എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ ഗണിത് ട്രിക്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ദിവസം നടന്ന ഫാം വർക്കർ എക്സാമിൻ്റെ മാത്സ് മെൻ്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻ ഫുള്ളി സോൾവ് ചെയ്തിട്ട് ഇടുകയാണ്. മാക്സിമം ചെയ്ത് നോക്കുക. നമ്മളിപ്പോൾ എൽ ജി എസിനും എൽ ഡി സിക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് സോൾവ് ചെയ്തിടുന്നത്. അപ്പോൾ അത് ചെയ്ത് നോക്കി മനസ്സിലാക്കുക. മാക്സിമം നിങ്ങളിതൊന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, നിങ്ങളുടെ പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോയേക്കാം. ആദ്യത്തെ ചോദ്യം, 2 - 5 + 6 - 6 × 5 + 3. നമ്മുടെ ബോട്ട് മാസ് എന്ന് പറയുന്ന അതിൻ്റെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതാണ്. നമുക്ക് ആദ്യം നമ്മുടെ ചോദ്യം ഒന്ന് പറയാം. 2 - 5 + 6 - 6 × 5 + 3. നമുക്ക് ആദ്യം ബ്രാക്കറ്റ് ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ബ്രാക്കറ്റ് ഫംഗ്ഷൻ ഉണ്ട്, ബാക്കിയെല്ലാം അതുപോലെ തന്നെ എഴുതി വയ്ക്കുക. 2 - 5 പ്ലസ് അങ്ങനെ തന്നെ ഇൻറ്റു 5 അങ്ങനെ തന്നെ +3. ആ ബ്രാക്കറ്റ് ഫംഗ്ഷനിൽ 6 - 6 ചെയ്തപ്പോൾ എത്ര കിട്ടി? 0. ബ്രാക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇൻറ്റു ഡിവൈഡ് അല്ലേ. ഡിവൈഡ് ഇല്ലാത്തതുകൊണ്ട് ഇൻറ്റു ആണ് ആദ്യം ചെയ്യുന്നത്. ഇതിനകത്ത് ഡിവൈഡ് ഇല്ലല്ലോ. അപ്പോൾ ബാക്കിയെല്ലാം അങ്ങനെയൊക്കെ തന്നെ 2 - 5 ഈ +3 അതും അങ്ങനെ തന്നെ പ്ലസ് ഈ 5ഉം 0 കൂടെ ഗുണിച്ചാൽ എത്ര കിട്ടും? 0. ഇനി നമുക്ക് എന്ത് ചെയ്യണം? അഡീഷനാണ്. പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ പ്ലസ് ഫംഗ്ഷൻ 2ഉം 3ഉം ഒരേ ചിഹ്നമാണ്. തമ്മിൽ കൂട്ടുമ്പം 5 എന്ന് കിട്ടും. പിന്നെ ഇവിടെ ഒരു -5 ഉണ്ട്. അപ്പോൾ 5 - 5 എത്ര കിട്ടി? 0 എന്ന് കിട്ടി. നമ്മുടെ ഓപ്ഷൻ സി ആണ് നമ്മളുടെ ആൻസർ. അടുത്ത ചോദ്യം, ഒരു സ്കൂളിലെ 20 അധ്യാപകരുടെ ശരാശരി പ്രായം 35 ആണ്. ഇതിൽ 25 വയസ്സുള്ള അധ്യാപകൻ സ്ഥലം മാറിപ്പോയി, പകരം 45 വയസ്സുള്ള അധ്യാപകൻ വന്നു. ഇപ്പോൾ അവരുടെ ശരാശരി പ്രായം എത്ര? നമുക്കിത് 2 തരത്തിൽ ചെയ്യാം. ആദ്യം നമുക്ക് അതിൻ്റെ ഒറിജിനൽ മെത്തേഡ് ഒന്ന് പറയാം. ഇപ്പം എത്ര അധ്യാപകരുണ്ട്? 20 അധ്യാപകരുണ്ട്. അവരുടെ ശരാശരി വയസ്സ് 35 ആണ്. അപ്പോൾ 20 പേരുടെ ശരാശരി വയസ്സ് 35 എന്ന് പറയുമ്പോൾ 20 പേരുടെ ആകെ വയസ്സ് എത്രയായിരിക്കാം? 20 × 35. ശരാശരി ഇൻറ്റു എണ്ണമാണ് ആകെ. 35 × 2 70. 700 ഇപ്പോഴുള്ള ആ 20 അധ്യാപകരുടെ ആകെ വയസ്സ്. ഇതിൻ്റെ അകത്തുള്ളായിരുന്നു 700 ഇപ്പോൾ ഉണ്ടായിരുന്നത്. അതിനകത്ത് ആകെ വയസ്സ് 700 അതിൽ ഒരു അധ്യാപകൻ്റെ വയസ്സ് എത്രയാണ്? 25 വയസ്സാണ്. ആ 25 വയസ്സുള്ള ഒരാൾ ഇതിനകത്ത് പോയി എന്ന് വെച്ചാൽ 25 വയസ്സുകാരനെ അതിൻ്റെ അകത്ത് കുറക്കണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 675 വയസ്സുണ്ട്. ഒരാൾ പോയി, പകരം ഒരാൾ പുതിയത് വന്നു. അയാൾക്ക് എത്ര വയസ്സുണ്ടോ? 45 വയസ്സുള്ളത് പുതിയ ഒരാൾ വന്നു എന്ന് പറയുമ്പോൾ ആഡ് ചെയ്യണ്ടേ? ആ കിട്ടിയതിൻ്റെ കൂടെ ആഡ് ചെയ്തു. കൂടുമ്പോഴത്തേക്ക് നമുക്ക് 720 കിട്ടി. ഇപ്പം നമുക്ക് പുതിയ കണക്ക് എങ്ങനെ പറയാം? ആ ഒരാൾ പോയി വേറൊരാൾ വന്നു. അപ്പോൾ എണ്ണം എത്ര തന്നെ? 20 തന്നെയാണ്. ഇപ്പോഴുള്ള 20 അധ്യാപകരുടെ വയസ്സുകളുടെ തുക എത്രയാണ്? 720. അപ്പോൾ ശരാശരി ചോദിച്ചാൽ എന്ത് പറയും? ഇപ്പോഴത്തെ ശരാശരി ചോദിച്ചാൽ എന്ത് ചെയ്യണം? നമ്മൾ പറഞ്ഞെങ്ങനെയാണ്? ആകെ എത്രയാണോ ഉള്ളത് അതിനെ ഇപ്പോഴത്തെ എണ്ണം എത്ര? 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 0 0 വെട്ടി 22 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 36 എന്ന് കിട്ടും. അപ്പോൾ ഇപ്പോഴത്തെ ശരാശരി ആരാണ്? 36 എന്നാണ്. ഇതല്ലാതെ നമുക്ക് ചെയ്യാം വളരെ എളുപ്പത്തിൽ. ചോദ്യം വായിക്കുമ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് ശരാശരി പ്രായം ഇപ്പോൾ 35. ഇതാണ് ശരാശരി പ്രായം ഇപ്പം. ഇനി ഒരാൾ പോയതാരാ? 25 ആളാണ് പോയത്. പോകുന്ന ആൾക്ക് നമ്മൾ മൈനസ് കൊടുക്കുക. ആര് വന്നു? 45കാരൻ വന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ പോയതും വന്നതൊക്കെ എഴുതുക. അതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. പോയാളെയും വന്നാളെ എല്ലാം അവിടെ കാണിച്ചിട്ടുണ്ട്. എണ്ണം 20 തന്നെയാണ്. 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്ര? മുകളിൽ വ്യത്യാസം 20 ആണ്. 20/20 എന്ന് പറയുമ്പോൾ 1 ആണ്.
ആ 1 ഇവിടെ കൂട്ടിയാൽ 35 1 എത്ര കിട്ടി? 36 കിട്ടി. അടുത്ത ചോദ്യം 1/1 × 2 പ്ലസ് 1/2 × 3 പ്ലസ് 1/3 × 4 എക്സെട്ര. ഇവ സിംപ്ലിഫൈ ചെയ്യണം. എക്സെട്ര ഇല്ല. 1/1 × 2 പ്ലസ് 1/2 × 3 പ്ലസ് 1/3 × 4. ഇതൊരു സ്പെഷ്യൽ ശ്രേണിയാണ്. ഇത് നമുക്ക് ഭയങ്കര വലുതായിട്ട് ഇവർ ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു മോഡൽ ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിൽ സിംപ്ലിഫിക്കേഷൻ്റെ ഓരോ ക്വസ്റ്റ്യൻ നമ്മൾ പ്രത്യേകം ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം ഞാൻ ഒരുപാട് ഡീറ്റെയിൽസ് പറയുന്നില്ല. ഇതപ്പോൾ നമുക്കിപ്പോൾ ഇതിൻ്റെ ഇങ്ങനെയുള്ള ശ്രേണികൾ, ഒരു ശ്രേണി രൂപമാണിത്. 1/1 × 2 പ്ലസ് 1/2 × 3 പ്ലസ് 1/3 × 4 അങ്ങനെ ഒരു എക്സെട്ര ആയിട്ട് വന്നാലും തെറ്റില്ല. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ സംഖ്യ ഇത് 1/1 മൈനസ് ഇട്ടിട്ട് അവസാനത്തെ സംഖ്യ 1/4 ഇത്രയേ ഉള്ളൂ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് 1 × 4 4 മൈനസ് 1 × 1 1 ഡിവൈഡ് ബൈ 1 × 4. ഇപ്പം മുകളിൽ 4 - 1 3/4 എന്ന നമ്മുടെ ആൻസർ ഫസ്റ്റ് ഓപ്ഷൻ. അടുത്ത ചോദ്യം 72 km/മണിക്കൂർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു തീവണ്ടി 4 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം എത്ര? അപ്പോൾ കണ്ടുപിടിക്കേണ്ട ദൂരമാണ്. തന്നിരിക്കുന്ന കാര്യങ്ങളൊന്ന് എഴുതിയിട്ടേ. വേഗത തന്നിട്ടുണ്ട്. സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? 72 km/മണിക്കൂർ. ടൈം തന്നിരിക്കുന്നത് എത്രയാണ്? 4 മിനിറ്റ് എന്നാണ്. ഇവിടെ ഒരു കുഴപ്പമുണ്ടോ? ഇവിടെ തന്നിരിക്കുന്നത് മണിക്കൂറാണ്, ഇവിടെ എന്താണ്? മിനിറ്റാണ്. അപ്പം നമുക്ക് ഇയാളെ കൂടെ ഈ ടൈമിനെ നമുക്കൊന്ന് മണിക്കൂറാക്കാം. എന്താ? മിനിറ്റിനെ മണിക്കൂറാക്കാൻ എന്ത് ചെയ്താൽ മതി? /60. അപ്പോൾ എത്രയും 4/60 മണിക്കൂർ എന്നെടുക്കാം. ഇനി പറ, നമുക്ക് തന്നിരിക്കുന്ന ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ എത്രയാണ്? സ്പീഡ് ഇൻറ്റു ടൈം എന്നാണ്. സ്പീഡ് എത്ര? 72. ടൈം എത്ര? 4/60. ഇവിടെ വെട്ടുമ്പോൾ അല്പം ബുദ്ധിയിലൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കാര്യം പെട്ടെന്ന് കിട്ടും. 6ൻ്റെ പട്ടിക ഞാൻ വെട്ടുകയാണ് കേട്ടോ. കാര്യം ഇവിടെ ഒരു 10 കിട്ടിക്കഴിഞ്ഞാൽ ചെയ്ത് കുറച്ചുകൂടി എളുപ്പമാണ്. 10. ഇവിടെയോ 12. 6ൻ്റെ പട്ടിക ഇവിടെ 10 തവണ 6ഉണ്ട്, 12 തവണയുണ്ട്. 12 × 4 എത്രയാണ്? 48 എന്ന് വന്നു. ഡിവൈഡ് ബൈ 10 കിടക്കുമ്പോൾ നേട്ടം എന്താ? ഒരു സാധനം മാറ്റി കുത്തിട്ടാൽ മതി. അപ്പോൾ 4.8 കിലോമീറ്റർ. സിംപ്ലിഫിക്കേഷൻ ലോജിക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് എന്താണ്, നമുക്ക് ഡിനോമിനേറ്റർ 10 100 1000 ഒക്കെ ആക്കി ഇപ്പോൾ ചെയ്താലും നമുക്ക് കുറച്ച് എളുപ്പത്തിൽ കണക്ക് ചെയ്യാം. ഇനി അങ്ങനെയല്ല, വെട്ടി ചെറുതാക്കിയിട്ട് സൈഡിൽ കൊണ്ട് ഡിവൈഡ് ചെയ്താലും ആൻസർ കിട്ടും. ഇതാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. അടുത്ത ചോദ്യം, ഒരാൾ 450 രൂപയ്ക്ക് ആപ്പിൾ വാങ്ങി 423 രൂപയ്ക്ക് വിറ്റാൽ നഷ്ടം എത്ര ശതമാനമാണ്? ഇപ്പം നിങ്ങളായിക്കോട്ടെ, നിങ്ങൾക്കൊരു കടയുണ്ട്. ആ കടയിൽ നിങ്ങൾ ആപ്പിൾ വാങ്ങിച്ചു. എത്ര രൂപയ്ക്ക് വാങ്ങിച്ചു? 450 രൂപയ്ക്ക് വാങ്ങി. അതിനാണ് നമ്മൾ CP എന്ന് പറയുക. വാങ്ങിയ വില എന്ന് പറയും, കോസ്റ്റ് പ്രൈസ്. നിങ്ങളെന്ത് ചെയ്തു? ഞാൻ വന്ന് വാങ്ങിച്ചു നിങ്ങളുടെ കടയിൽ നിന്ന്. അപ്പോൾ നിങ്ങൾ എനിക്ക് തന്നു 423 രൂപയ്ക്കാണ് നിങ്ങൾ എനിക്ക് തന്നത്. നിങ്ങൾ 450 മുടക്കിയതാണ്. അപ്പോൾ നിങ്ങൾ വിറ്റ വിലയാണ്. ഞാൻ വന്നൊരു സെക്കൻഡ് പേഴ്സൺ വന്ന് വാങ്ങുന്നു. സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? സെക്കൻഡ് പേഴ്സൺ വന്ന് വാങ്ങുമ്പോഴാണ് അതിനെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ 423 രൂപയ്ക്ക് നിങ്ങൾ വിറ്റു. നിങ്ങൾ ആലോചിച്ച് 450 രൂപയ്ക്ക് നിങ്ങൾ വാങ്ങി, നിങ്ങൾ വിറ്റപ്പോൾ 450 രൂപ നിങ്ങൾ മുടക്കി. ഇപ്പം 423 രൂപ കിട്ടിയിട്ടുള്ളൂ. നിങ്ങൾക്ക് 27 രൂപ നഷ്ടമാണ്. അപ്പോൾ ലോസ് ചോദിച്ചാൽ എത്രയാണ്? 450 മൈനസ് 423 27 രൂപ നിങ്ങൾക്ക് നഷ്ടമാണ്. അതിൻ്റെ ശതമാനം ചോദിച്ചു കഴിഞ്ഞാൽ, ലോസ് പെർസെൻറ്റേജ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ എത്ര രൂപ മുടക്കി, നിങ്ങൾ മുടക്കിയ ഡിനോമിനേറ്ററിൽ കാണിക്കണം. നിങ്ങൾ മുടക്കിയ കാശ് വേണം 450 ഡിനോമിനേറ്ററിൽ കാണിക്കാൻ. 450 രൂപ മുടക്കിയപ്പോൾ നിങ്ങൾക്ക് എത്ര രൂപ കയ്യിൽ നിന്ന് പോയി? 27 രൂപ പോയി. ശതമാനമാക്കാൻ എന്ത് ചെയ്യണം? 100 കൊണ്ട് ഗുണിക്കണം. ദേ ഒരു 0 വെട്ടി. നമുക്ക് 9ന് ടേബിൾ അറിയാം. എത്ര പ്രാവശ്യം? 9 3 27, 9 5 45.
ഇനി 5ഉം 10ഉം കൂടെ വെട്ടിക്കും. 5ൻ്റെ ടേബിളിൽ 2 തവണ ഇൻറ്റു ചെയ്യുമ്പോൾ 3 ഇൻറ്റു 2 എത്ര? 6% എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ നഷ്ടം എത്ര ശതമാനമാണ്? 6% ഓപ്ഷൻ എയിലുണ്ട്. അടുത്ത ചോദ്യം, 2 സംഭരണികളിൽ യഥാക്രമം 650 ലിറ്റർ 780 ലിറ്റർ വെള്ളം അടങ്ങിയിരിക്കുന്നു. 2 സംഭരണികളിലെയും വെള്ളത്തിൻ്റെ അളവ് കൃത്യമായി കണക്കാക്കാൻ കഴിയുന്ന മറ്റൊരു സംഭരണിയുടെ പരമാവധി ശേഷി എത്രയാണ്? ഇപ്പം നമ്മൾ പറയത്തില്ലേ, ഇപ്പോൾ ഇവിടെ ഒരു 30 ലിറ്റർ കൊള്ളാവുന്ന ഒരു പാത്രമുണ്ട്. 30 ലിറ്റർ കൊള്ളാവുന്ന ഒരു പാത്രം. വേറൊരെണ്ണത്തിൽ 20 ലിറ്റർ കൊള്ളാവുന്ന പാത്രമെന്ന് വിചാരിക്കും. ഇതിന് രണ്ടിനെയും അളവ് നോക്കാൻ പറ്റുന്നത് വെച്ചാൽ ഇതിന് രണ്ടിനെയും അളക്കുമ്പോൾ മിച്ചം വരാതെ പൂർണ്ണമായും കൃത്യമായി അളക്കാൻ പറ്റുന്ന ഒരു അളവ് എത്രയാണെന്ന് ചോദിക്കൂലേ? ഇപ്പോൾ ഒരു 10 ലിറ്റർ എന്ന് പറഞ്ഞ അളവ് എടുത്ത് നോക്കിക്കേ. എത്രയാണ്? 30നെ പൂർണ്ണമായിട്ടും 10 ലിറ്റർ കൊണ്ട് അളക്കാം. 3 തവണ അളക്കാവുന്നതാണ്. 30 ആവും. ഉണ്ടോ? 30 ലിറ്റർ ഉണ്ടെങ്കിൽ 10 ലിറ്റർ വെച്ച് 3 തവണ അളന്നാൽ അത് പൂർണ്ണമായിട്ട് അളക്കാൻ പറ്റും. അതുപോലെ 20 ലിറ്ററാണ്, 2 തവണ അളന്നാൽ മതി 10 കൊണ്ട്. ഇതാണ് ഈ ചോദ്യത്തിൽ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ വന്നിരിക്കുന്ന 2 അളവായ 30ഉം 20ഉമാണ് നമ്മൾ എടുത്തെങ്കിൽ അതിൻ്റെ HCF എന്ന് പറയുന്ന ആളാണ് ഈ കിടക്കുന്ന 10. അപ്പോൾ 2 അളവ് തന്നിട്ട് അയാളെ അളക്കാവുന്ന ഒരു പൊതു അളവ് എന്നൊക്കെ പറഞ്ഞാൽ ആ വന്നിരിക്കുന്ന സംഖ്യകളുടെ HCF എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യം എത്രയാണ്? 650 എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സംഖ്യയാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്, പിന്നെ 780 ആണ്. അപ്പോൾ ഈ സംഖ്യയുടെ HCF എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതാണ് പൊതുവായ സംഭരണി അളവെന്ന് പറയുന്നത്. നമുക്കിവിടെ രണ്ടിനെയും 10 കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. 10 കൊണ്ടാകുമ്പോൾ എത്ര? ഇവിടെ 65 തവണ, ഇവിടെ 78 തവണ. ഇനി നിങ്ങൾക്ക് നോക്കിയാൽ ഈ 2 ആളെയും 13 എന്ന് പറയുന്ന ടേബിളിൽ പറ്റും. 13ന് ടേബിൾ 13 5 65ആണ്, 13 6 78ആണ്. അപ്പോൾ ഈ ഇവിടെ വന്നിരിക്കുന്ന സംഖ്യ എല്ലാം കൂടെ ഇൻറ്റു ചെയ്താൽ LCM ആണ്. ഈ 2 ആളെ മാത്രം ഇൻറ്റു ചെയ്താൽ HCF ആണ്. അപ്പോൾ HCF എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 10 ഇൻറ്റു 13, അപ്പോൾ 130. നമുക്ക് ലിറ്ററിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 130 ലിറ്ററാണ് നമ്മുടെ ആൻസർ. നമ്മുടെ ഓപ്ഷൻ ബി കിടപ്പുണ്ട്. അതാണ് നമ്മുടെ ആൻസർ. അടുത്ത ചോദ്യം, 1/4 വർഗം എത്രയാണ്? 1 and 1/4 അതിൻ്റെ വർഗം എത്രയാണ്? അപ്പോൾ ചോദ്യത്തിൽ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് 1 and 1/4 എന്ന് പറയുന്ന ആളുടെ സ്ക്വയർ എത്ര? ഇതാണ്. ഈ അകത്ത് വന്നിരിക്കുന്നത് ഒരു മിക്സഡ് ഫ്രാക്ഷനാണ്. മിക്സഡ് ഫ്രാക്ഷൻ ഒരിക്കലും കോൺസ്റ്റൻ്റ് ആയിട്ട് ലോ ഇല്ല. നമ്മളപ്പോൾ അയാളെ ഈ തന്നിരിക്കുന്ന മിക്സഡ് ഫ്രാക്ഷൻ അഥവാ മിശ്ര ഭിന്നതിനെ ഭിന്നസംഖ്യയാക്കി മാറ്റണം. അതെന്ത് ചെയ്യണം? അത് നമുക്കറിയാം. ഈ ഡിനോമിനേറ്ററായ 4ഉം ഇവിടെ വന്നിരിക്കുന്ന 1 കൂടെ ഗുണിക്കുക. 4 ഇൻറ്റു 1. ആ കിട്ടുന്നതിലൂടെ മേളിലുള്ള സംഖ്യ കൂട്ടുക. അപ്പോൾ 4 ഇൻറ്റു 1 4 പ്ലസ് 1 മുകളിൽ അല്ലേ? അപ്പോൾ 5 എന്ന് വരും. താഴെ എത്ര വരും? 4 തന്നെ. അങ്ങനെയാണ് അതിനെ ഭിന്നമാക്കി മാറ്റുക. ഇനി നമുക്ക് സ്ക്വയർ പറയാം. മുകളിലുള്ള 5ൻ്റെ സ്ക്വയർ എത്രയാണ്? 25. താഴെ 4ൻ്റെ സ്ക്വയർ എത്രയാണ്? 16. 25/16 നമുക്ക് ഓപ്ഷനിലുണ്ട്. നമ്മുടെ ഡി ഓപ്ഷനാണത്. 25/16. അപ്പോൾ മിക്സഡ് ഫ്രാക്ഷനൊക്കെ വരുമ്പോൾ അതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കാനോ സ്ക്വയർ കണ്ടുപിടിക്കാനൊക്കെ പറയുമ്പോൾ അയാളെ ഭിന്നസംഖ്യാ രൂപത്തിലേക്ക് മാറ്റിയിട്ട് മാത്രമേ കണക്ക് ചെയ്യാവൂ. അടുത്ത ചോദ്യം, 0.12/0.3 ഇൻറ്റു 0.4/0.2 ഇൻറ്റു 0.6/0.4 എത്ര? നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ എഴുതിയിടുകയാണ്. നമ്മുടെ 0.12/0.3 ഇൻറ്റു 0.4/0.2 ഇൻറ്റു 0.6/0.4. അപ്പോൾ നമുക്ക് ദശാംശം ആദ്യം കളയണം. അതിനോട് നോക്കിയേ, ഇവിടെ ഈ ഒരാൾ മാത്രം നോക്കിക്കേ. എങ്ങനെയാണ്? മുകളിൽ 1.12. അപ്പോൾ 2 സ്ഥാനമുണ്ട്, താഴെ 1 സ്ഥാനമേ ഉള്ളൂ. മുകളിലും താഴെ നമ്മൾ ഈക്വൽ പ്ലേസ് ആക്കി മാറ്റുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. താഴെ ഒരു 0 കൂടെ ഞാൻ കൊടുത്തു. അപ്പോൾ 2 സ്ഥാനമായി. ഇനി ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ മുകളിലും താഴെ 1 സ്ഥാനമേ ഉള്ളൂ. അയാൾ ഒന്നും ചെയ്യണ്ട. 0.4/0.2 തന്നെ.
ഇവിടെയും കറക്റ്റാണ്, മുകളിലും ഒരു സ്ഥാനം താഴെയും ഒരു സ്ഥാനം, അവിടെയും നമുക്കൊന്നും ചെയ്യേണ്ട. 0.6/0.4. ഇപ്പം എല്ലാം ദശാംശങ്ങൾ ഒരുപോലെ വന്നു. അങ്ങനെ ദശാംശങ്ങൾ ഒരുപോലെ വന്നാൽ പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ദശാംശം അങ്ങോട്ട് കളയുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ദശാംശം എല്ലാം കളഞ്ഞിട്ട് മിച്ചം എഴുതിക്കേ. അപ്പോൾ മുകളിൽ 12, താഴെ 30, 4/2, 6/4. ഇനി വെട്ടി കളഞ്ഞാൽ മതി. മുകളിലും താഴെ ആകണം, നേരെ എന്നല്ല, ഒരാൾ ന്യൂമറേറ്ററും ഒരാൾ ഡിനോമിനേറ്ററും ആകണമെന്നുള്ളേ. 4ഉം 4ഉം കൂടെ വെട്ടി, 2 6 വെട്ടി 3 തവണ, 3ഉം 30ഉം കൂടെ വെട്ടി 10 തവണ. ഇനിയോ 12/10 എന്ന് വെച്ചാൽ എന്താ, ഒരു സ്ഥാനം മാറ്റി കുത്തിട്ടാൽ പോരെ. 1.2 എന്ന് നമ്മുടെ ഓപ്ഷൻ സി ആണ് നമ്മളുടെ ആൻസർ. അടുത്ത ചോദ്യം, ഒരു സഞ്ചിയിൽ 36.75 കിലോഗ്രാം അരിയുണ്ട്. ഇത് തുല്യമായി 7 സഞ്ചികളിലാക്കിയാൽ ഒരു സഞ്ചിയിൽ എത്ര കിലോഗ്രാം അരി ഉണ്ടായിരിക്കും? അപ്പോൾ നമുക്കിപ്പോൾ ആകെ എത്ര കിലോഗ്രാം ഉണ്ട്? 36.75 കിലോഗ്രാം അരിയുണ്ട്. ഇത് എത്ര ഇതിലായിട്ട് മാറ്റണം? 7 സഞ്ചികളിലാക്കണം. എന്ന് വെച്ചാൽ 7ആയിട്ട് ഡിവൈഡ് ചെയ്യണം എന്നല്ലേ അർത്ഥം. എന്നുവെച്ചാൽ 36.75 എന്ന് പറയുന്ന ആളെ 7 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യണം. നമുക്കത് എന്താ ഡയറക്റ്റായിട്ട് ഇവിടെ ദശാംശം ഇങ്ങനെ തന്നെ വെട്ടാം, സൈഡിൽ കൊണ്ട് കളം വരച്ചും ചെയ്യാം. 7 36 ഞാൻ ഇവിടെ ഇട്ട് വെട്ട് കാണാം. എത്ര തവണ? 5 തവണ. 7 5 35. ശിഷ്ടം ഒന്നുണ്ട്, ആ ശിഷ്ടം ഞാൻ അപ്പുറത്ത് ആ 7ൻ്റെ അവിടെ കൊണ്ട് കാണിച്ചു. പക്ഷേ ഇനി അപ്പുറത്തെ വശം എടുക്കുന്നതിന് മുമ്പ് ഇവിടെ ദശാംശം കിടക്കുന്നുണ്ടോ? അപ്പോൾ ദശാംശം ഇട്ടിട്ട് ബാക്കി കൗണ്ട് ആവും. ഇനി പറ, ദശാംശം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ 17 എടുക്കാം. 17ൽ 7 എത്ര പ്രാവശ്യം? 2 തവണ. 7 2 14. ഇവിടെ 17 കിടപ്പുണ്ട്, മിച്ചം 3. 35ൽ 5 തവണ. അങ്ങനെ നമുക്ക് ആൻസർ എത്ര കിട്ടി? 5.25 കിലോഗ്രാം. സൈഡിൽ കൊണ്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്താലും തെറ്റൊന്നുമില്ല. ഏത് 36.75 കാണിച്ചിട്ട് സൈഡിലൂടെ കാണിച്ചാലും. അടുത്ത ചോദ്യം, 12 15 18 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ ഏതാണ് എന്ന് ചോദിച്ചെന്താണ്? ഈ 12ൻ്റെയും 15ൻ്റെയും 18ൻ്റെയും LCM എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. 12 15 18 ഈ 3 ആളിനെയും 3 കൊണ്ട് പറ്റും. എത്ര തവണ? 4 തവണ, 5 തവണ, 6 തവണ. വീണ്ടും നമുക്ക് 4നെയും 6നെയും 2 കൊണ്ട് പറ്റും. അപ്പോൾ 2 തവണ, 5 തവണ, 3 തവണ. ഇനി പറ്റില്ല. ഇനി എല്ലാം കൂടി ഇൻറ്റു ചെയ്താൽ മതി. എത്രയ്ക്കാണ്? 3 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 5 ഇൻറ്റു 3. ഈ സംഖ്യകളും ഇതും കൂടെ എല്ലാം കൂടി ഇൻറ്റു ചെയ്യണം. ഇൻറ്റു ചെയ്തേക്ക്. 3 ഇൻറ്റു 2 6, 6 ഇൻറ്റു 3 18, പിന്നെ ഈ 5 ഇൻറ്റു 2 എത്ര? 10. അങ്ങനെ 18 ഇൻറ്റു 10 എത്ര? 180. അപ്പോൾ ഇവിടെ LCM 180 ആണ്. അതാണ് ചോദിച്ചിരിക്കുന്ന ഓപ്ഷൻ കിടക്കുന്ന ബി ആണ്, 180. അടുത്ത ചോദ്യം, 20 ഇൻറ്റു 15 മൈനസ് 8 പ്ലസ് 120 ഡിവൈഡ് ബൈ 4 മൈനസ് 5 ഇൻറ്റു 5. ബോർഡ് മാസ് എന്ന് പറയുന്ന ആളുടെ ഉപയോഗമാണെന്ന് കണ്ടപ്പോഴേ മനസ്സിലായി. നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടത്. ആദ്യം ഞാൻ ചോദ്യം എഴുതുന്നു. 20 ഇൻറ്റു, പിന്നെ ബ്രാക്കറ്റിലാണ് 15 മൈനസ് 8 പ്ലസ് 120 ഒരു ഡിവൈഡഡ് ബൈ ചിഹ്നം 4 മൈനസ് 5 ഇൻറ്റു 5. നമുക്ക് ആദ്യം ബ്രാക്കറ്റ് ഫംഗ്ഷനാണ് ചെയ്യേണ്ടത്. അപ്പം 20 അങ്ങനെ തന്നെ നിർത്തുക. ഈ ബ്രാക്കറ്റ് ഫംഗ്ഷൻ 15 മൈനസ് 8 എത്ര? 7. ബാക്കി എല്ലാം അങ്ങനെ തന്നെ ഇട്ടേക്കുക. പ്ലസ്
120 ഡിവൈഡഡ് ബൈ 4 മൈനസ് 5 ഇൻറ്റു 5. അങ്ങനെ ബ്രാക്കറ്റ് ഫംഗ്ഷൻ കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് ഡിവിഷനാണ്. അപ്പോൾ ഇയാളെ മാത്രം ചെയ്യണം, ബാക്കിയെല്ലാം അതുപോലെ ഇട്ടേക്കണം. 20 ഇൻറ്റു 7 പ്ലസ് 120നെ 4 കൊണ്ട് ഹരിച്ചാൽ 30 കിട്ടും, മൈനസ് 5 ഇൻറ്റു 5. അപ്പം നമ്മൾ ഡിവിഷൻ കഴിഞ്ഞു. ഇനി മൾട്ടിപ്ലിക്കേഷൻ, 2 മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, ഇവിടെയുണ്ട് ഇവിടെയുണ്ട്. 20 ഇൻറ്റു 7 എത്ര? 140 കിട്ടാം, പ്ലസ് 30 അങ്ങനെ തന്നെ, മൈനസ് 5 ഇൻറ്റു 5 എത്ര? 25. ഇനി അഡീഷൻ, 140 പ്ലസ് 30 170. 170 നിന്ന് 25 കുറക്കുക, അപ്പോൾ 145 നമുക്ക് കിട്ടും. ആൻസർ സി ഓപ്ഷനാണ് നമ്മളുടെ ആൻസർ. ബോട്ട് മാസ് ഡയറക്റ്റായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്, വേറൊന്നുമില്ല. അടുത്ത ചോദ്യം 1, 2, 6, 15, 31. പിന്നെ ഒരു ഡാഷ് ഇട്ടിരിക്കാം. എന്ന ശ്രേണിയുടെ വിട്ട ഭാഗത്തെ സംഖ്യ ഏത്? ആ ശ്രേണി ഒന്ന് നോക്കിക്കേ. 1, പിന്നെ 2, പിന്നെ 6, പിന്നെ 15, 31, പിന്നെ ഡാഷ്. നമുക്ക് ഈ 1ഉം 2ഉം തമ്മിലുള്ള വ്യത്യാസം 1ൻ്റെ വ്യത്യാസം, 2ഉം 6ഉം തമ്മിലുള്ള വ്യത്യാസം 4ൻ്റെ വ്യത്യാസം, 6ഉം 15 തമ്മിലുള്ള വ്യത്യാസം 9ൻ്റെ വ്യത്യാസം, 15 31 തമ്മിലോ 16ൻ്റെ വ്യത്യാസം. ഉണ്ടോ? ആ വ്യത്യാസങ്ങൾ നോക്കി. 1 എന്ന് വെച്ചാൽ 1 സ്ക്വയറാണ് ആദ്യം വന്നിരിക്കുന്നത്. രണ്ടാമത്തെ വ്യത്യാസം 4, 2 സ്ക്വയറാണ്. 9 3ൻ്റെ സ്ക്വയറാണ്. അടുത്തത് 4ൻ്റെ സ്ക്വയറാണ്. ഇനി അടുത്ത 5ൻ്റെ സ്ക്വയർ വേണമല്ലോ വരാൻ. അപ്പോൾ അടുത്ത എത്രയായിരിക്കും? 25 കൂടെ കൂട്ടിയിട്ട് വേണം അടുത്ത് എഴുതാൻ. എന്ന് വെച്ചാൽ 31 പ്ലസ് 25 എന്ന് പറയുന്നതാണ് നമ്മുടെ ആൻസർ. എത്ര കിട്ടി? 56 എന്നുള്ളതായിരിക്കും നമ്മുടെ അടുത്ത ഓപ്ഷനായ സംഖ്യ, 56. അപ്പം ആ 1 കൂടി 4 കൂടി 9 16 കൂടി അവസാനം 25 കൂട്ടി. അപ്പോൾ 31 25 കൂട്ടി 56. നമ്മുടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. അടുത്ത ചോദ്യം, ഒറ്റയാനെ കണ്ടെത്തുക. നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിലേതോ ഒരാൾ വ്യത്യസ്തപ്പെട്ട ആളാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ആ റിലേഷൻ വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഞാൻ എടുക്കുകയാണ് ആദ്യത്തെ 2:7 എന്ന് പറയുന്ന ആളെടുത്തിരിക്കുക. ആ 2:7 എന്ന് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ ആൾ 2, ആ രണ്ടാമത്തെ 7 വന്നിരിക്കുന്നത് ആദ്യത്തെ സംഖ്യയുടെ ക്യൂബിൽ നിന്ന് 1 കുറച്ചിട്ടാണ്. ഉണ്ടോ? 2ൻ്റെ ക്യൂബ് 8, 8 1 എത്രയാണ്? 7. അങ്ങനെയാണ് 2:7 എന്ന് പറയുന്ന ആൻസർ വന്നിരിക്കുന്നത്. അടുത്ത 3:26, അതും അങ്ങനെ തന്നെയാണ്. എത്ര? 3ൻ്റെ ആദ്യത്തെ 3, രണ്ടാമത്തത് 3ൻ്റെ ക്യൂബിൽ നിന്ന് 1 കുറച്ചു, അതാണ് ആ 26. 3ൻ്റെ ക്യൂബ് എത്രയാണ്? 27 1 കുറച്ചു. അതുപോലെ തന്നെയാണ് ഈ 5:24 124 വന്നിരിക്കുന്നത്. 5:124 എങ്ങനെയാണ്? ആദ്യം 5, രണ്ടാമത്തെ സംഖ്യ 5ൻ്റെ ക്യൂബ് 125 1 കുറച്ചു, അങ്ങനെയാണ് 124 വന്നിരിക്കുന്നത്. പക്ഷേ മൂന്നാമത്തെ ഓപ്ഷൻ മാത്രം നോക്കിയാൽ 4:65. അവിടെ എങ്ങനെയാണ്? ആദ്യം 4, 4ൻ്റെ ക്യൂബ് 64 1 കുറച്ചിട്ടില്ല, പകരം എന്താ ചെയ്തിരിക്കുന്നത്? 1 കൂട്ടി. ഇവിടെയെല്ലാം ക്യൂബ് എടുത്തിട്ട് 1 കുറച്ചു, ഇവിടെ മാത്രം ക്യൂബ് എടുത്തിട്ട് 1 കൂട്ടി. അപ്പോൾ ഇയാളാണ് നമ്മുടെ ഒറ്റയാൻ എന്ന് പറയുന്നത്. സി ഓപ്ഷനാണ് നമ്മുടെ ആൻസർ, 4:65. അടുത്ത ചോദ്യം, 25 പേരുള്ള ഒരു വരിയിൽ ആരതി മുൻപിൽ നിന്നും 11-മതും ലത പുറകിൽ നിന്നും 21-മതുമാണ്. ആയാൽ ഇവർക്കിടയിൽ എത്ര പേരുണ്ട്? നമ്മളിത് ചെയ്യേണ്ടത് ഈ പറഞ്ഞിരിക്കുന്നുണ്ടോ? എത്ര പേരുണ്ടാകെ? 25 പേരുണ്ട്. ആരതി മുൻപിൽ നിന്ന് 11-മതാണ്. അപ്പം ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആരതിയുടെ സ്ഥാനം എത്രയാണ്? 11-മത്തെ ആളാണ് ആരതി. പക്ഷെ ലതയെ പറഞ്ഞിരിക്കുന്നത് പിറകിൽ നിന്നുമാണ്. അപ്പോൾ പിറകിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? അവിടെ നിന്ന് പറയുമ്പോൾ 21-മതാണ്.
അപ്പോൾ നമ്മൾ ഈ ലതയെ നേരെ തിരിച്ച് പുറകിൽ നിന്നുള്ളതിന് പകരം മുന്നിൽ നിന്നാക്കണം. ലതയുടെ പൊസിഷന് മുന്നിൽ നിന്നാക്കുകയാണ് ഞാൻ. എങ്ങനെ പറയുക? അങ്ങനെ ഒരാളെ പുറകിൽ നിന്നെന്ന് പറഞ്ഞിരിക്കുന്ന ആളെ മുന്നിൽ നിന്നാക്കാൻ എന്ത് ചെയ്യണം? വേറൊന്നും ചെയ്യണ്ട. നമ്മുടെ ടോട്ടൽ എടുക്കുക 25. അതിൽ നിന്ന് ഇപ്പോഴത്തെ ലതയുടെ പൊസിഷൻ എത്രയാണ്? 21 കുറക്കുക. ഉണ്ടോ? ആ കിട്ടുന്നതിൻ്റെ ഒന്ന് കൂട്ടണം. അപ്പോൾ പുറകിൽ നിന്ന് ആളെ മുന്നിൽ നിന്നാക്കാൻ ചെയ്യുന്ന പണിയുണ്ടല്ലോ. ടോട്ടലിൽ നിന്ന് ആ പൊസിഷൻ കുറക്കുക +1. 25 നിന്ന് 21 കുറച്ചു 4. 4 + 1 എത്ര? 5. അപ്പോൾ നമ്മുടെ ചോദ്യം കണ്ടോ? നമുക്ക് ചോദ്യം ഇങ്ങനെയാക്കാം അല്ലേ? ആരതിയുടെ പൊസിഷൻ എത്രയാണ്? മുന്നിൽ നിന്ന് 11ാമത്. ലതയുടെ പൊസിഷൻ എത്രയാണ്? 5ാമത്. അപ്പോൾ ഇനി ഇവർക്കിടക്ക് എത്ര പേരുണ്ടെന്ന് അറിയാനാണ് അല്ലേ? 5നും 11നും ഇടയിൽ എത്ര പേരുണ്ട് നമുക്ക് വേണമെങ്കിൽ എണ്ണി നോക്കാം. 5 കഴിഞ്ഞിട്ട് 6ാമതൊരു പൊസിഷനുണ്ട്, 7ാമതുണ്ട്, 8ഉണ്ട്, 9ഉണ്ട്, 10. എത്ര എണ്ണം വരുന്നുണ്ട്? 5 എണ്ണം വരുന്നുണ്ട്. അപ്പം 5 പേരിടക്കുണ്ട്. ഇനി അങ്ങനെ എഴുതാതെ നമുക്ക് ചെയ്യാം. എഴുതാതെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഈ 11ഉം 5ഉം തമ്മിലുള്ള വ്യത്യാസം എടുക്കണം. ആ കിട്ടുന്നതിൽ നിന്ന് ഒരു 1 കുറക്കുകയും വേണം. അപ്പോൾ നമുക്ക് 5 കിട്ടുകയുള്ളൂ. അങ്ങനെയാണ് ഒന്നിൽ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാനിങ്ങനെ പൊസിഷൻ എഴുതിയെന്നേ ഉള്ളൂ. അപ്പോൾ ഒന്നുകൂടെ പുറകിൽ നിന്ന് എന്ന് പറഞ്ഞിരിക്കുന്നത് ആളെ നമ്മൾ മുന്നിൽ നിന്നാക്കണം. അത് ചെയ്ത് കണ്ടല്ലോ എങ്ങനെയാണെന്ന്. അതിനുശേഷം ആ 5ഉം 11ഉം ആണ് നമുക്കിവിടെ കിട്ടിയത്. 5ാം സ്ഥാനമാണ് ലത മുന്നിൽ നിന്ന്. ആരതി മുന്നിൽ നിന്ന് 11ാം സ്ഥാനമാണ്. അതിനിടയിൽ എത്ര പേരുണ്ടെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചെയ്തുകൊണ്ടോ ആ 11ഉം 5ഉം തമ്മിൽ കുറച്ചു. അതിൻ്റെ അന്ന് ഒരു 1 കൂടെ കുറച്ചു. അഥവാ അതിനിടയ്ക്കുള്ളത് എഴുതിയാലും മതി. അപ്പോൾ ആകെ അവർക്കിടയിൽ എത്ര പേരുണ്ട്? 5 പേരുണ്ട്. അടുത്ത ചോദ്യം. അപ്പുവിൻ്റെ വയസ്സിൻ്റെ 8 മടങ്ങാണ് അമ്മയുടെ വയസ്സ്. 3 വർഷങ്ങൾക്ക് ശേഷം അമ്മയുടെ വയസ്സ് അപ്പുവിൻ്റെ വയസ്സിൻ്റെ 5 മടങ്ങാകും. അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? അപ്പോൾ നമ്മൾ പറയുന്നു അപ്പുവിൻ്റെ വയസ്സാണ് ഞാൻ ആദ്യം X എന്ന് എടുക്കുന്നത്. അപ്പുവിൻ്റെ വയസ്സ് ഇപ്പോൾ അപ്പുവിൻ്റെ വയസ്സ് എത്ര? X ആണ്. എങ്കിൽ അമ്മയുടെ വയസ്സ് എത്രയായിരിക്കും? അമ്മയുടെ വയസ്സെന്ന് വെച്ചാൽ 8 മടങ്ങാണ്. 8x എന്ന് വരും. ഇനി എന്താണ്? 3 വർഷങ്ങൾ കഴിഞ്ഞാൽ 3 വർഷങ്ങൾ കഴിയുമ്പോൾ എന്ന് വെച്ചാൽ 3 വർഷം കൂടെ കൂടുമ്പോൾ അപ്പുവിന് എത്ര വയസ്സായിരിക്കും? X + 3 ആയിരിക്കും. അമ്മയ്ക്ക് എത്രയായിരിക്കും? 8x + 3 ആയിരിക്കും. കാരണം 3 വർഷം എന്ന് പറയുമ്പോൾ 3 വയസ്സ് 2 പേർക്കും കൂടണം. ആ സമയത്ത് എന്താണ്? അപ്പുവിൻ്റെ വയസ്സും പറഞ്ഞു, അമ്മയുടെ വയസ്സും പറഞ്ഞു. എന്താണ്? അപ്പുവിൻ്റെ വയസ്സിൻ്റെ 5 മടങ്ങാകും അമ്മയുടെ വയസ്സ് അല്ലേ? അപ്പോൾ അമ്മയുടെ വയസ്സ് എന്ന് പറയുമ്പോൾ 8x + 3 അല്ലേ? അത് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പുവിൻ്റെ വയസ്സ് എത്രയാണോ അതിൻ്റെ 5 മടങ്ങായിരിക്കും. ഉണ്ടോ? നമുക്കൊന്ന് സോൾവ് ചെയ്യാം. 8x + 3 ഇവിടെയോ 5x + 15. ഇവിടെ 8x, ഇവിടെ 5x, ഇവിടെ 15 -3. അപ്പോൾ നമുക്ക് കിട്ടുന്ന 8x - 5x 3x = 12 അഥവാ x = 4. ഉണ്ടോ? x = 4 എന്ന് വെച്ചാൽ അപ്പുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സാണ് x. അപ്പോൾ അപ്പുവിന് ഇപ്പോൾ എത്ര വയസ്സുണ്ട്? 4 വയസ്സുണ്ട്. അമ്മയ്ക്ക് എത്രയാണ്? അതിൻ്റെ 8 മടങ്ങുണ്ട് എന്ന് പറയുമ്പോൾ 8 × 4 അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട്? 32 വയസ്സ് ഇപ്പോൾ അമ്മയ്ക്കുണ്ട്. നമ്മുടെ ഓപ്ഷൻ ബി ആണ് ആൻസർ. നമുക്ക് ഇതിനെ തന്നെ അല്ലാതെ റേഷ്യോ എഴുതി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ചെയ്യാവുന്നൊരു സെക്ഷൻ ഉണ്ട്. നമ്മളതിലോട്ടൊന്നും ഷോർട്ട് മെത്തേഡ് വരാഞ്ഞിട്ടാണ്. അതൊക്കെ ഡീറ്റെയിൽ പഠിച്ചു കഴിഞ്ഞ ശേഷം മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാകുമ്പോൾ നിങ്ങൾക്ക് സാധാരണ വായിച്ച് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഷോർട്ട് മെത്തേഡൊക്കെ നമ്മളെ ഓരോ പോർഷനായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ അതിനകത്തൊക്കെ ഷോർട്ട് മെത്തേഡും റെഗുലർ മെത്തേഡും ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ കാണിക്കുന്നതാണ്. അടുത്ത ചോദ്യം, സമാന ബന്ധം കണ്ടെത്തുക. നമുക്കിവിടെ തന്നിരിക്കുന്ന 2 ആൾ. ആദ്യത്തെ ആൾ ആരാണ്? HLKM. ഈ HLKM എന്ന് പറയുന്ന ആൾക്ക് ആരുമായിട്ടാണ്? EIHJയുമായിട്ടാണ് റിലേഷൻ.
നിങ്ങൾക്ക് നോക്കാം ഈ എച്ച് എന്ന് പറയുന്ന ആദ്യത്തെ ആളും ഈയും തമ്മിൽ നോക്കുകയെ എച്ച് കഴിഞ്ഞ് മൂന്നാളെ പുറന്നോട്ടെന്ന് ചൊല്ലണം അല്ലേ. എച്ച് കഴിഞ്ഞ് മൂന്നാൾ പുറന്നോട്ട് വരുമ്പോൾ ജി എഫ് ഇ. അപ്പോൾ മൂന്നാൾ പുറന്നോട്ട്, അഥവാ ഇവിടുന്ന് ആണെന്നില്ല ഈ കഴിഞ്ഞിട്ട് ഇവിടെ നോക്കിയാൽ മതി. ഈ കഴിഞ്ഞിട്ട് എച്ചിലേക്ക് വരാൻ മൂന്നാൾ വരണം, തിരിച്ചാണെങ്കിൽ മൂന്നാൾ കുറയണം. അതുപോലെ എല്ലിൽ നിന്ന് ഐയിലേക്ക് വരുന്നത് എങ്ങനെയാണ്? എൽ കഴിഞ്ഞ് മൂന്നാൾ പുറന്നോട്ട് ചൊല്ലിക്കുക എങ്ങനെയാണ്? കെ ജെ ഐ, അവിടെ മൂന്നാൾ കുറഞ്ഞു ഉണ്ടോ. അത് കഴിഞ്ഞ് ഇതുപോലെ കെ എച്ചിലേക്ക് പോകുന്നത് എങ്ങനെയാണ്? നമുക്ക് കെ കഴിഞ്ഞ് അല്ലേ മൂന്നാൾ പുറന്നോട്ട് പോകണം. അപ്പോൾ ജെ ഐ എച്ച്, അവിടെ മൂന്നാൾ കുറഞ്ഞു. എമ്മിൽ നിന്ന് ജെയിലേക്ക് പോകണം, അവിടെയും മൂന്നാൾ കുറക്കുമ്പോൾ എൽ കെ ജെ. അപ്പോൾ എല്ലാം മൂന്നാൾ കുറഞ്ഞിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന ആളെക്കാളും 3 കുറച്ചാണ് ഇപ്പുറത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡി ജി എൻ പി മൂന്നാളെ കുറച്ച് എഴുതിക്കുക. ഡിയിൽ നിന്ന് മൂന്നാളെ കുറച്ച്, ഡിയിൽ നിന്ന് മൂന്നാളെ കുറച്ചാൽ സി ബി എ, എയിൽ വന്ന് നിൽക്കും. ജിയിൽ നിന്ന് 3 പേരെ കുറച്ച്, ജിയിൽ നിന്ന് 3 പേരെ കുറച്ചാൽ എഫ് ഇ ഡി എന്ന് വന്ന് നിൽക്കും. അടുത്ത എന്നിൽ നിന്ന് 3 പേരെ കുറച്ച്, അപ്പോൾ എം എൽ കെ എന്ന് വരും. അടുത്ത പിയിൽ നിന്ന് 3 പേരെ കുറച്ച്, ഒ എൻ എം എന്ന് വരും. കണ്ടോ. അപ്പം നമ്മുടെ എല്ലാവരും 3 കുറച്ചപ്പോൾ എ ഡി കെ എം എന്ന് വന്നു. നമ്മുടെ ആൻസർ അവിടെ കിടപ്പുണ്ട്, എ ഡി കെ എം. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. അടുത്ത ചോദ്യം 2, 3, 5, 7, 11. അടുത്ത പദവി ഏതാണ്? നമുക്ക് കാണുമ്പോൾ നമുക്കറിയാവുന്നത് അഭാജ്യ സംഖ്യകൾ പ്രൈം നമ്പറാണ്. ആദ്യത്തെ പ്രൈം നമ്പർ 2, 2 കഴിഞ്ഞുള്ള പ്രൈം നമ്പർ ആരാ? 3, 3 കഴിഞ്ഞിട്ട് ആരാ? 5, 5 കഴിഞ്ഞിട്ടുള്ള പ്രൈം നമ്പർ 7, 7 കഴിഞ്ഞാൽ ആരാ? 11, 11 കഴിഞ്ഞുള്ള അടുത്ത പ്രൈം നമ്പർ ആരാണ്? 13 ആണ് അടുത്ത പ്രൈം നമ്പർ. അപ്പം പ്രൈം നമ്പർ അറിയാവുന്ന ആളുകൾക്ക് ഇത് വളരെ പെട്ടെന്ന് ആൻസറാണ്. തന്നിരിക്കുന്നത് പ്രൈം നമ്പർ ആയതുകൊണ്ട് അടുത്ത ആൻസർ ആരാണ്? 13 ആണ് നമ്മുടെ ആൻസർ. അടുത്ത ചോദ്യം, കൂട്ടത്തിൽ പെടാത്തത് ഏത്? 4 ഓപ്ഷൻ തന്നിരിക്കുന്നു. അതിലേതോ ഒരാളുടെ നേച്ചർ മാത്രം വ്യത്യസ്തമാണ്, ബാക്കി എല്ലാവരും ഒരേ സ്വഭാവത്തിൽപ്പെട്ടവരാണ്. നോക്കാം നമുക്ക്. ആദ്യം വന്നിരിക്കുന്ന 4/9 എന്ന് പറയുമ്പോൾ ഈ 4 എന്നുള്ളത് 2ൻ്റെ സ്ക്വയറാണ്, 9 എന്നുള്ളത് 3ൻ്റെ സ്ക്വയറാണ്. 36/49 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 36 എന്നുള്ളത് 6ൻ്റെ സ്ക്വയറാണ്, 49 7ൻ്റെ സ്ക്വയറാണ്. 16/25 എന്നുള്ളത് 16 എന്നുള്ളത് 4ൻ്റെ സ്ക്വയറാണ്, 5ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ അവിടെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ കിട്ടും. 2 നേച്ചർ അവിടെ ഉണ്ട്, അതിൽ ഒരെണ്ണം പറഞ്ഞാൽ മതി. എല്ലാം സ്ക്വയർ നേച്ചറാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 125/625 എന്ന് വെച്ചാൽ എങ്ങനെയാണ്? 125 5ൻ്റെ ക്യൂബാണ്. 625 എന്ന് പറയുമ്പോൾ 25ൻ്റെ സ്ക്വയറാണ്. ഇവിടെ എല്ലാം സ്ക്വയർ റിലേഷനാണ് വന്നിരിക്കുന്നത്. ഇവിടെ എന്താണ്? ക്യൂബ് റിലേഷൻ വന്നിരിക്കുന്നു. അതുകൊണ്ട് ഇയാൾ ഒരിക്കലും ഈ നേച്ചറിൽപ്പെട്ട ആളല്ല. ഡി ഓപ്ഷനാണ് നമ്മളുടെ ആൻസർ, 125/625. അടുത്ത ചോദ്യം, 4 + 8 = 20 ആയാൽ 6 + 10 എത്ര? ഇപ്പോഴത്തെ റിലേഷൻ ഒരുപാട് റിലേഷൻ വരുന്നുണ്ട്. എങ്കിൽ നമ്മുടെ ഓപ്ഷൻ റിലേറ്റഡ് ആയിട്ട് പറയുന്നത് ഈ 4 + 8 20 എന്നാക്കിയിരിക്കുന്നത് അവരവർ ആ റിലേഷൻ കൊണ്ടുവന്നിരിക്കുന്നത് ആദ്യം ഈ 4ഉം 8ഉം കൂടെ ഗുണിച്ചു, പിന്നെ ഈ 4ഉം 8ഉം കൂടെ പ്ലസ് ചെയ്തു. ആ കിട്ടിയാലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് കിട്ടിക്കണ്ടോ. 32 എന്നാണ് ഇവിടെ, ഇത് 12 എന്നാണ്. അവയുടെ ഡിഫറൻസ് ആണ് 20 എന്ന ആൻസർ വന്നിരിക്കുന്നത്. ഇതുപോലെ 6ഉം 10ഉം കൂടെ ആകുമ്പോൾ എങ്ങനെ വരണം? ഇപ്പം 6 + 10 എന്നാണ് അവർ ചോദിക്കുന്നതെങ്കിൽ എങ്ങനെ വരണം? 6 × 10 കണ്ടുപിടിക്കണം, 6 + 10 കണ്ടുപിടിക്കണം. അവ തമ്മിൽ സബ്ട്രാക്ട്. അപ്പോൾ 60ൻ്റെ അകത്ത് നിന്ന് 16 കുറക്കണം. അപ്പോൾ 60 - 16 44 എന്നാണ് നമ്മുടെ ആൻസർ.